ഇതാണ് എൻ്റെ ഫ്രെയിമിൻ്റെ കണ്ടീഷൻ. ഇതിപ്പോൾ ഒരു 2.5 വർഷത്തിൽ താഴെ പഴക്കമുള്ള സൈക്കിളാണ്. ഇപ്പോൾ നമ്മളൊരു ഫുൾ ബ്രേക്ക് ഡൗൺ സർവീസ് പോലെയാണ് ഇത് ചെയ്യുന്നത്. 5000 കിലോമീറ്ററോ അല്ലെങ്കിൽ ഒരു 1 ഇയറോ അല്ലെങ്കിൽ ഒരുപാട് നാൾ ഉപയോഗിക്കാതിരിക്കുകയാണെങ്കിലും ഇത് ചെയ്യുന്നത് നന്നാകും. ഇപ്പം നമ്മൾ ചെയ്യുന്നത് ഈ വീഡിയോയിൽ ഫ്രെയിമിൻ്റെ ക്ലീനിങ് ആണ്. ഇത് ബോട്ടിൽ ഹോൾഡർ അറ്റാച്ച് ചെയ്യുന്ന ആ ബോൾട്ടിൻ്റെ പോർഷനാണ്. അത് സ്റ്റീലിൻ്റെ ബോൾട്ടായതുകൊണ്ട് അത്യാവശ്യം തുരുമ്പ് വന്നിട്ടുണ്ട്. അത് ഫ്രെയിമിനെ കാര്യമായിട്ട് ബാധിക്കില്ല, എന്നാലും ചെറുതായിട്ട് തുരുമ്പുണ്ട്. ഇത് സൈഡ് സ്റ്റാൻഡിൻ്റെ പോർഷനാണ്. അത് സ്റ്റീലായതുകൊണ്ട് അവിടെയും ചെറുതായിട്ട് തുരുമ്പുണ്ട്. അത് ഫ്രെയിമിലേക്ക് ബാധിക്കില്ല, എന്നാലും ചെറുതായിട്ട് തുരുമ്പ് അവിടെ കാണാം. ഇത് ബോട്ടം ബ്രാക്കറ്റ് അറ്റാച്ച് ചെയ്യുന്ന പോർഷനാണ്. അത് ഗ്രീസ് അപ്ലൈ ചെയ്തിട്ടായിരിക്കുള്ളൂ നമ്മൾ ഈ ബോട്ടം ബ്രാക്കറ്റ് ഇൻസ്റ്റാൾ ചെയ്യുന്നത്. അപ്പോൾ ഇതിലേക്ക് സീറ്റ് പോസ്റ്റിൻ്റെ അവിടെ നിന്ന് വെള്ളം ഇറങ്ങാം. അപ്പോൾ അങ്ങനെ ചെറിയൊരു തുരുമ്പിൻ്റെ അംശം പോലെ കാണാം നമുക്ക്. കഴിയാവുന്ന നമ്മൾ ഗ്ലൗ ഉപയോഗിച്ചാണ് ഇതൊക്കെ ചെയ്യുന്നതെങ്കിൽ കയ്യിലേക്ക് പെട്ടെന്ന് അഴുക്കാവില്ല. പിന്നെ ഇടയ്ക്ക് നമുക്ക് എന്തെങ്കിലും വേറെ എന്തെങ്കിലും കാര്യം ചെയ്യണമെങ്കിലും കൈ ക്ലീൻ ചെയ്യാനൊന്നും നിൽക്കേണ്ട വരില്ല. ഈ വീഡിയോയിൽ ഉപയോഗിക്കുന്നത് നൈട്രൽ ഗ്ലൗ എന്ന് പറഞ്ഞ ഒരു ടൈപ്പ് ഗ്ലൗസാണ്, ഓർഡിനറി ഗ്ലൗസ് അല്ല. അത് പ്രൈസ് സെയിം തന്നെയാണ്. കുറച്ചും കൂടെ കയ്യിൽ ഫിറ്റായിരിക്കുന്നതും പെട്ടെന്ന് കീറി പോകാത്തതും ഈ ഗ്ലൗസ് ആയിരിക്കുള്ളൂ. ഇപ്പോൾ ഡീസൽ വെച്ചാണ് നമ്മൾ ഈ വീഡിയോയിൽ ക്ലീൻ ചെയ്യുന്നത്. ഏതെങ്കിലും ഒരു ഡീഗ്രീസർ വെച്ച് ക്ലീൻ ചെയ്താൽ മതിയാവും ഈ പോർഷൻ. ഇത് ആ പഴയ ഗ്രീസ് ഇരിക്കുന്ന ബോട്ടം ബ്രാക്കറ്റില്ല അവിടുത്തെ പോർഷനാണ് നമ്മൾ ക്ലീൻ ചെയ്യുന്നത്. ഒരു ടൂത്ത് ബ്രഷ് വെച്ചിട്ട് ഈ ഡീസൽ എടുത്ത് അവിടെ തേച്ചിട്ട് അങ്ങനെയാണ് നമ്മൾ ക്ലീൻ ചെയ്യുന്നത്. ഇടയ്ക്ക് ക്ലോത്ത് ഉപയോഗിച്ചിട്ട് ആ സാധനം തുടച്ചെടുത്ത് കളയും. പിന്നെ 1-2 പ്രാവശ്യം റിപ്പീറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് അത്യാവശ്യം നന്നായിട്ട് ഈ പോർഷൻ ആ ഡീസൊക്കെ പ്രോപ്പറായിട്ട് ക്ലീൻ ചെയ്തെടുക്കാം. ഈ ചാനൽ ഫോളോ ചെയ്യുന്നവർക്ക് അറിയാൻ പറ്റും, ഇതിൽ നമ്മൾ മെക്കാനിക്കൽ സെക്ഷനൊക്കെ കവർ ചെയ്തിരിക്കുന്നത് മെക്കാനിക്കന്മാർ തന്നെയാണ്. ഇപ്പോൾ സൈക്കിളിൻ്റെ വാഷിംഗ് ആയാലും ട്യൂണിങ് അങ്ങനെയുള്ള കുറച്ച് സെക്ഷൻസ് നമ്മൾ ഇതിൽ ഈ മെക്കാനിക്കൽ സെക്ഷൻ എന്നുള്ള അല്ലെങ്കിൽ ടെക്നിക്കൽ സെക്ഷൻ എന്നുള്ള രീതിയിൽ ചെയ്തിട്ടുണ്ട്. അത് മെക്കാനിക്കന്മാർ അത്യാവശ്യം എറണാകുളത്ത് അറിയപ്പെടുന്ന മെക്കാനിക്കന്മാരാണ് ചെയ്തേക്കുന്നത്. അത് ഞാനത് പഠിച്ചിട്ട് ഞാൻ കാണിക്കുന്നതിനേക്കാൾ നന്നായിട്ട് ഒരു മെക്കാനിക്കിന് അത് കറക്റ്റായിട്ട് പറഞ്ഞു തരാൻ പറ്റും. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ അങ്ങനെ ചെയ്തേക്കുന്നത്. എൻ്റെ ഈ മെക്കാനിക്കൽ സെക്ഷൻ എൻ്റെ സ്വന്തമായിട്ടുള്ള ഞാൻ എന്താണ് ചെയ്യുന്നുള്ള രീതികളൊക്കെയാണ്. അപ്പോൾ നിങ്ങളാരെങ്കിലും ഫ്രെയിമൊക്കെ ക്ലീൻ ചെയ്യണമെങ്കിൽ പ്രോപ്പറായിട്ട് മനസ്സിലാക്കിയതിന് ശേഷം മാത്രം ചെയ്യുക. ഇപ്പോൾ ഈ വീഡിയോയിൽ ഈ ഫ്രെയിം മൊത്തം ക്ലീൻ ചെയ്യാൻ ഈ ഡീസലാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പോൾ ഈ പെയിൻ്റുള്ള പോർഷൻസിലൊക്കെ ഡീസൽ അപ്ലൈ ചെയ്യുന്നത് അത്ര കറക്റ്റ് ആവില്ല. അത് പെയിൻറ്റ് ഫെയ്ഡ് ആവാനും അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ ചാൻസ് ഉണ്ട്. ഞാനിപ്പോൾ ഈ ഫ്രെയിം ഫുള്ളായിട്ട് ക്ലീൻ ചെയ്യുന്നത് ഈ ഡീസൽ വെച്ച് തന്നെയാണ്. അപ്പോൾ ഡീസൽ വെച്ച് ക്ലീൻ ചെയ്യേണ്ട ആവശ്യമില്ല. നമ്മൾ വെള്ളം ഓസിലടിച്ച് കഴിഞ്ഞതിനേക്കാളും നല്ലത് ചെറിയ ഒരു സ്പ്രേയർ വെച്ചിട്ട് ഷാമ്പു അല്ലെങ്കിൽ കോളിൻ എന്ന് പറഞ്ഞാൽ ചില്ല് ക്ലീൻ ചെയ്യുന്ന ഒരു സാധനമാണ്. അത് നമുക്ക് വളരെ എളുപ്പത്തിൽ ചെയ്യാവുന്ന ഒരു സംഗതിയാണ്. അപ്പോൾ അതായത് സ്പ്രേ ചെയ്തിട്ട് ഒരു തുണി വെച്ച് തുടച്ച് കളഞ്ഞാൽ മതിയാവും. മൈക്രോ ഫൈബർ ക്ലോത്ത് ആണെങ്കിൽ നമ്മൾ ചെയ്യുന്നതെങ്കിൽ കോട്ടൺ തുണി ഉപയോഗിക്കുന്നതിനേക്കാളും കുറച്ചും കൂടി നല്ലതായിരിക്കും. സ്ക്രാച്ചസൊക്കെ ഈ മണ്ണൊക്കെ ഇരുന്നിട്ട് സ്ക്രാച്ചസൊക്കെ വീഴാനായിട്ട് ചാൻസ് കമ്പാരിറ്റീവ്ലി കുറവായിരിക്കും നമ്മൾ മൈക്രോ ഫൈബർ ക്ലോത്താണ് ഉപയോഗിക്കുന്നതെങ്കിൽ. ഈ വീഡിയോയിൽ ഉപയോഗിച്ചിരിക്കുന്നത് സാധാരണ ഒരു കോട്ടൻ്റെ ക്ലോത്താണ്. വൈറ്റ് കളറിലെ ക്ലോത്ത് ആണെങ്കിൽ കുറച്ച് നന്നാവും. കൂടുതൽ അഴുക്കാവുമ്പോൾ നമുക്ക് പെട്ടെന്ന് മനസ്സിലാവും. അപ്പോൾ ആ അഴുക്കാവുന്ന സമയത്ത് അത് മാറ്റിയിട്ട് നമുക്ക് പുതിയ ക്ലോത്ത് ഉപയോഗിക്കാൻ പറ്റും. ഇത് ബോട്ടം ബ്രാക്കറ്റ് ഊരുന്നതും ബാക്കി ഡിറൈലർ ഹാൻഡിൽ അങ്ങനെയുള്ള കാര്യങ്ങൾ ഊരുന്നത് എനിക്ക് വീഡിയോ എടുക്കാൻ സാധിച്ചിട്ടില്ല. നമ്മൾ തിരിച്ച് ഫിറ്റ് ചെയ്യുന്നതാണ് ഫ്രെയിമിലേക്ക് ബാക്കിയുള്ള സാധനങ്ങൾ. അതായത് ബാക്കി കമ്പോണൻസ് ഫ്രെയിമിലേക്ക് ഫിറ്റ് ചെയ്യുന്നത് ആണ് ഈ ഉള്ള സീരീസിൽ നമ്മൾ കാണാൻ പോകുന്നത്.
ഇപ്പോൾ ഈ ബോട്ടം ബ്രാക്കറ്റ് ഇൻസ്റ്റാൾ ചെയ്യുന്ന പോർഷൻ്റെ അവിടെ ഒരു ഹോള് കാണാം ഫ്രെയിമിൻ്റെ അകത്ത്. അപ്പോൾ ആ ഹോളിൻ്റെ ഉപയോഗം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ മഴയുള്ള സമയത്തോ അല്ലെങ്കിൽ നമ്മൾ സൈക്കിൾ വാഷ് ചെയ്യുന്ന സമയത്തോ ഈ സീറ്റ് ട്യൂബ് വഴി വെള്ളം ഫ്രെയിമിൻ്റെ ഉള്ളിലേക്ക് ഇറങ്ങാം. അത് നേരെ വരുന്നത് ബോട്ടം ബ്രാക്കറ്റിൻ്റെ അങ്ങോട്ടാണ്, ആ ഒരു ജംഗ്ഷനിലേക്കാണ്. ഇപ്പോൾ കൺവെൻഷണൽ ബോട്ടം ബ്രാക്കറ്റൊക്കെ ആണെങ്കിൽ നമുക്ക് പ്രശ്നമുള്ളൂ. ഇപ്പോൾ കാട്രിഡ്ജ് ബോട്ടം ബ്രാക്കറ്റ് വരുമ്പോൾ ബയറിങ്സൊക്കെ ഒരു കാട്രിഡ്ജ് അല്ലെങ്കിൽ ഒരു ട്യൂബിൻ്റെ അകത്തായിരിക്കുള്ളൂ. അപ്പോൾ അതിൻ്റെ അകത്തേക്കൊന്നും വെള്ളം ട്രാപ്ഡ് ആവില്ല, എന്നാലും ഫ്രെയിമിൻ്റെ ഉള്ളിൽ വെള്ളം തങ്ങി നിൽക്കും. അപ്പോൾ അത് കളയാൻ വേണ്ടിയിട്ട് ആണ് ഈ ഹോള് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഈ ട്രാപ്ഡ് ആവുന്ന വെള്ളം പുറത്തേക്ക് കളയാൻ വേണ്ടിയിട്ടാണ് ഈ ഫ്രെയിമിൻ്റെ അകത്ത് ഇതുപോലുള്ള ഹോളുള്ളത്. അപ്പോൾ ഈ ബോട്ടം ബ്രാക്കറ്റിൻ്റെ ജംഗ്ഷനിൽ വരുന്ന വെള്ളം ചെയിൻ സ്റ്റേഡ് എൻഡിലോ അല്ലെങ്കിൽ സീറ്റ് സ്റ്റേഡ് എൻഡിലോ ഉള്ള വെൻറ്റ് ഹോൾ വഴി പുറത്തേക്ക് പോകും. ഒട്ടുമിക്ക വിൻറ്റേജ് ബൈക്കുകളിലും ചില റോഡ് ബൈക്കുകളിലും ഈ വെൻറ്റ് ഹോൾ വരിക ഈ ബോട്ടം ബ്രാക്കറ്റ് വരുന്ന പോർഷൻ്റെ തൊട്ട് താഴെ തന്നെ ആയിരിക്കും. ഫ്രണ്ട് റെയിലർ ഞാൻ ഇന്ന് അഴിച്ചിട്ടില്ല. അപ്പോൾ ഫ്രണ്ട് റെയിലറും ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ഡീസൽ തന്നെയാണ് ഉപയോഗിക്കുന്നത്. അത് നമ്മൾ മുമ്പ് പറഞ്ഞ പോലെ തന്നെ ഏതെങ്കിലും ഒരു ഡീഗ്രീസർ ഉപയോഗിച്ചാൽ മതിയാവും. എനിക്കിപ്പോൾ ഡീഗ്രീസറിൻ്റെ ആക്സസിബിലിറ്റി ഇല്ലാത്തതുകൊണ്ടാണ് ഞാനിപ്പോൾ ഈ ഡീസൽ വെച്ചിട്ട് ക്ലീൻ ചെയ്യുന്നത്. ഇപ്പോൾ ഈ സ്റ്റീലിൻ്റെ നെറ്റ് ബോൾട്ടുകളൊക്കെ തുരുമ്പ് കളയാനും ഏതെങ്കിലും കുറച്ചും കൂടെ നല്ല ഒരു ഡീഗ്രീസർ ഉപയോഗിച്ച് ചെയ്യുന്നതായിരിക്കും നല്ലത്. ഫ്രണ്ട് റെയിലർ ഞാൻ ഫ്രെയിമിൽ നിന്ന് അഴിക്കാത്തത് അത് അഴിച്ചാടും. നമുക്കിപ്പോൾ ക്ലീൻ ചെയ്യുന്ന രീതിയിൽ തന്നെ വലിയ കുഴപ്പമില്ലാത്ത രീതിയിൽ തന്നെ ഫ്രെയിമിലിരുന്നാലും നമുക്കത് ക്ലീൻ ചെയ്യാൻ പറ്റുമെന്നുള്ളൊരു കാര്യം കൊണ്ടാണ് ഞാൻ അഴിക്കാത്തത്. ഫുൾ ബ്രേക്ക് ഡൗൺ സർവീസ് എന്ന് പറയുമ്പോൾ ഫുള്ളായിട്ട് അഴിച്ച് തന്നെയായിരിക്കും ചെയ്യുന്നത്. ഞാനിപ്പോൾ അത് ഫ്രെയിമിൽ നിന്ന് അഴിച്ചിട്ടില്ല, ഫ്രെയിമിൽ തന്നെയാണ് വെച്ചിട്ടുള്ളത്. അത്യാവശ്യം ഡീസൽ ഞാൻ അപ്ലൈ ചെയ്യുന്ന സ്ഥലത്തൊക്കെ അപ്ലൈ ചെയ്ത് കഴിഞ്ഞു. ഇനിയിപ്പോൾ ഒരു ക്ലോത്ത് വെച്ചിട്ട് ഒരു ഡീസലുള്ളൊരു ക്ലോത്ത് വെച്ചിട്ട് അത് വൈപ്പ് ചെയ്യുവാണ്. ഇത് ഒരു മാറ്റ് കളറാണ്, മാറ്റ് ബ്ലാക്ക് ആണ് ഇതിൻ്റെ കളറ്, ഫ്രെയിമിൻ്റെ കളറ്. പക്ഷേ ഇത് ഡീസൽ അപ്ലൈ ചെയ്ത് കഴിഞ്ഞപ്പോൾ കുറച്ച് ഒരു ഗ്ലോസി രീതിയിലേക്ക് വന്നിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ സൈക്കിൾ മെക്കാനിക്കിൻ്റെ കേസിലേക്ക് വരുമ്പോൾ അവരുടെ നോളജും എക്സ്പീരിയൻസിൻ്റെ ലെവലും വെച്ചിട്ട് പല രീതിയിലേക്ക് കാറ്റഗറൈസ് ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ ലെവൽ 3 മെക്കാനിക് എന്നൊക്കെ പറയുമ്പോൾ അവർ ടൂൾസ് എടുക്കുന്ന രീതി, വെക്കുന്ന രീതി, അതായത് ഒരു പ്രോപ്പറായിട്ട് ഏതെങ്കിലും ഒരു കാര്യം ചെയ്യുകയാണെങ്കിൽ അത് ഇത്ര മിനിമം ടൈമിനുള്ളിൽ അത് ചെയ്ത് കഴിഞ്ഞിരിക്കണം. അതായത് ഇപ്പോൾ ഒരു ഹൈഡ്രോളിക് ഡിസ്കിന് ബ്ലീഡിങ് ആണ് ചെയ്യുന്നതെങ്കിൽ അതിന് ഇത്ര ഒരു മിനിമം ടൈം ഉണ്ടാവും, ആ ടൈമിനകത്ത് ചെയ്ത് കഴിഞ്ഞിരിക്കണം. അപ്പോൾ അങ്ങനെയുള്ള കുറേ കാര്യങ്ങളുണ്ട്. അപ്പോൾ അതിനനുസരിച്ച് കാറ്റഗറൈസ് ചെയ്തിട്ടുണ്ട് പല ലെവലിലേക്ക്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ലെവൽ 0 മെക്കാനിക് എന്നുള്ളൊരു പേര് ഈ ഒരു പ്ലേലിസ്റ്റിന് കൊടുത്തിരിക്കുന്നത്. ഹെഡ്സെറ്റിൻ്റെ പോർഷനൊക്കെ ഞാൻ ഓൾറെഡി ക്ലീൻ ചെയ്തതാണ്, എന്നാലും ഞാൻ ജസ്റ്റ് ഒന്ന് വൈപ്പ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. പാനിയർ റാക്ക് അറ്റാച്ച് ചെയ്യുന്ന സ്ക്രൂ വരുന്ന പോർഷനിൽ നോക്കിയാൽ കാണാം ചെറുതായിട്ട് തുരുമ്പ് വന്നിരിക്കുന്നത്. അത് നമ്മൾ അവിടെ ഉപയോഗിച്ചിരിക്കുന്ന ആ ബോൾട്ട് സ്റ്റീലായതുകൊണ്ടാണ് ചെറുതായിട്ട് തുരുമ്പ് വന്നിരിക്കുന്നത്. അത് നമ്മൾ അലുമിനിയം ഫ്രെയിമിന് അത് കാര്യമായിട്ട് ബാധിക്കുമൊന്നുമില്ല, എന്നാലും നമ്മളത് ക്ലീൻ ചെയ്യുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ റിയർ കാലിപ്പേഴ്സ് ഞാൻ അഴിച്ചിട്ടില്ല, അതും നമുക്ക് ഫ്രെയിമിൽ തന്നെ വെച്ചുകൊണ്ട്
ഹൈബ്രിഡിൽ വലിയ പ്രശ്നമില്ലാതെ ഈ രീതിയിലുള്ള കാലിപ്പേഴ്സ് നമുക്ക് ക്ലീൻ ചെയ്യാൻ പറ്റും. അതുകൊണ്ടാണ് ഞാൻ അഴിക്കാത്തത്. അപ്പോൾ ആരും ഇതൊരു പ്രോ ലെവൽ ഒരു മെക്കാനിക്കൽ സെക്ഷനായിട്ട് കൺസിഡർ ചെയ്യരുത്. ഞാൻ ചെയ്യുന്ന ഒരു വീഡിയോ ജസ്റ്റ് ഷെയർ ചെയ്യുന്നതെന്നുള്ളൂ. നിങ്ങൾ ആരെങ്കിലും ഇത് ചെയ്യുകയാണെങ്കിൽ പ്രോപ്പറായിട്ടുള്ള ഗൈഡൻസോടെ മാത്രം ചെയ്യുക. പിന്നെ നമുക്ക് എന്തിൻ്റെ ഡീറ്റെയിൽ ആണെങ്കിലും ഇപ്പോൾ നമ്മൾ ബോട്ട് ബ്രാക്കറ്റ്, ഹെഡ്സെറ്റ് അങ്ങനെയുള്ളതെല്ലാം അതിനോരോ മോഡൽ നമ്പർ ഉണ്ടാവും. ഇപ്പോൾ ഡിറൈലർ ആയാലും അല്ലെങ്കിൽ ബ്രേക്ക് ലിവറോ അല്ലെങ്കിൽ ഷിഫ്റ്റേഴ്സ് എന്തായാലും. അപ്പോൾ അതിനെക്കുറിച്ച് എന്തെങ്കിലും ഡീറ്റെയിൽ അറിയണമെങ്കിൽ ഇപ്പം നമ്മളുടെ സൈക്കിളിൽ നമ്മളത് അഴിക്കുവാണെങ്കിൽ അല്ലെങ്കിൽ തിരിച്ച് ഫിറ്റ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് എന്തെങ്കിലും കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ ആ മോഡൽ നമ്പർ അടിച്ചു കൊടുത്തിട്ട് യൂട്യൂബിൽ നോക്കിയാൽ മതി. വരുന്ന പാർട്ടുകളിൽ നമ്മൾ ചെയ്യുന്നത് ബോട്ടം ബ്രാക്കറ്റ് ഇൻസ്റ്റാളേഷൻ, ഹെഡ്സെറ്റ് ഇൻസ്റ്റാളേഷനൊക്കെയാണ്. അപ്പോൾ എന്തെങ്കിലും സംശയം, എന്തെങ്കിലും സജഷൻസൊക്കെ ഉണ്ടെങ്കിൽ ഇൻസ്റ്റാഗ്രാമിലോ ഫേസ്ബുക്കിലോ ചാനലിൻ്റെ നെയിം സെർച്ച് ചെയ്താൽ കിട്ടും. അവിടെ മെസ്സേജ് അയക്കാം അല്ലെങ്കിൽ കമൻറ്റ് ചെയ്യാം. അപ്പോൾ ഓക്കെ, എല്ലാവർക്കും നന്ദി.